ഔട്ട്സ്പോക്കന്റെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഷൈനിയുടെയും മക്കളുടെയും മരണം കേരള പൊതുസമൂഹത്തിൽ ഏൽപ്പിച്ച ആഘാതം ഇതുവരെ വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും ചർച്ചകളും വാർത്തകളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവായ നോബി എന്ന് പറയുന്ന നരാധമൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇപ്പോൾ റിമാൻഡിലാണ്. അയാൾക്കെതിരെ എടുത്തിട്ടുള്ള കേസ് ഏതു തരത്തിൽ പോകുമെന്നുള്ളതും അയാൾ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഭർത്താവായ നോബി മാത്രമല്ല, അയാളുടെ സഹോദരനായ വൈദികനും ആത്മഹത്യക്ക് കാരണമായ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുവരും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ ഇനി ആരിലും പ്രതീക്ഷ അർപ്പിക്കേണ്ടതില്ല, ആരും തങ്ങൾക്കൊപ്പം ഇല്ല എന്നുള്ള ആ വിശ്വാസത്തിന്മേൽ അവർ ആത്മഹത്യ ചെയ്യാൻ എടുത്ത ആ രാത്രിയിലെ തീരുമാനത്തിന്റെ പുറകിൽ ഷൈനിയുടെ മാതാപിതാക്കൾക്കുള്ള പങ്ക് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടുക തന്നെ വേണം. അതിനെക്കുറിച്ചാണ് ഔട്ട്സ്പോക്കൺ പറയുന്നത്. ട്രെയിനിന് മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനിയുടെയും ആ രണ്ട് കുഞ്ഞു മക്കളുടെയും മൃതശരീരത്തിന് മുന്നിൽ ഭർത്താവായ നോബി നിർവികാരനായി ഇരിക്കുന്നതും ഇടയ്ക്ക് വിങ്ങിപ്പൊട്ടുന്നതും കാണാമായിരുന്നു. ആരോടുള്ള സ്നേഹം കൊണ്ടാണ് നോബി വിങ്ങിപ്പൊട്ടിയത് എന്നറിയില്ല. എന്തായാലും ഭാര്യയോടായിരിക്കില്ല, ഒരുപക്ഷെ മക്കളോടുള്ള സ്നേഹമായിരിക്കാം. അങ്ങനെയെങ്കിൽ ആ മാലാഖ കുഞ്ഞുങ്ങളോട് നോബിക്ക് ജീവിച്ചിരുന്നപ്പോൾ സ്നേഹം തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഒരിക്കലെങ്കിലും പിതാവിന്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു പിതാവിന്റെ കടമ ആ കുഞ്ഞുങ്ങളോട് കാണിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ആ മക്കൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഇനി എന്തൊക്കെ ന്യായീകരണങ്ങളും കഥകളും ഒക്കെ ഉണ്ടാക്കിയാലും ഷൈനിയുടെയും ആ രണ്ട് പെൺമക്കളുടെയും മരണത്തിന്റെ മുഖ്യ കാരണക്കാരൻ എന്ന് പറയുന്നത് നോബി എന്ന് പറയുന്ന ആ നരാധമൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ബന്ധുക്കളും അയൽക്കാരും അടുത്തറിയാവുന്നവരും മറ്റുമായി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ നോബിയുടെ സഹോദരനായ ആ വൈദിക വേഷധാരിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ഇവിടെ ഷൈനിയുടെ ഭർത്താവും സഹോദരനായ വൈദികനും മാത്രമാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്ന് ഉറപ്പിക്കുന്നതിന് മുൻപായിട്ട് ഷൈനിയുടെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാൻ പോലീസ് തയ്യാറാവും. കാരണം വിവാഹം ചെയ്യപ്പെട്ട് അയക്കപ്പെട്ട പെൺമക്കൾക്ക് എന്നും ഒരു താങ്ങും തണലുമാണ് സ്വന്തം വീടും മാതാപിതാക്കളും. ഇവിടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും നിൽക്കക്കള്ളി ഇല്ലാതെ ഇറങ്ങി പോരേണ്ടി വന്ന ഷൈനിക്ക് സ്വന്തം മാതാപിതാക്കൾ തുണയായിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല എന്നതാണ് സത്യം. ഇവിടെ ഷൈനിക്കും ആ രണ്ട് പെൺമക്കൾക്കും സ്വന്തം മാതാപിതാക്കളിൽ നിന്നും അവഗണനയും പ്രശ്നങ്ങളും നിരന്തരമായി നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന പല വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഷൈനിയും മക്കളും ആ വീട്ടിൽ അധികപ്പറ്റാണ് എന്ന നിലയിലേക്ക് എത്തിയതാണ് അവസാന നിമിഷം ഈ തീരുമാനം ഷൈനി എടുക്കാൻ കാരണമായത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 7 മാസത്തിലധികമായി ഷൈനി ഭർത്താവിന്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അതിനിടയിൽ തൊഴിൽ കണ്ടെത്തുവാൻ വേണ്ടി ഷൈനി നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു അല്ലെങ്കിൽ പരാജയപ്പെടുത്തി. ഇതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ചെലവിന് മറ്റുമായി കൊടുത്ത കേസുകളും കാര്യങ്ങളും ഡിവോഴ്സിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അതും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ എല്ലാ വഴികളും ഷൈനിക്ക് മുന്നിൽ അടഞ്ഞ മട്ടായി. അതിനിടയിൽ വീടിന് തൊട്ടടുത്ത ഒരു പാലിയേറ്റീവ് കെയർ ഹോമിൽ ഷൈനിക്ക് ചെറിയൊരു ജോലി ലഭിക്കുകയുണ്ടായി. ആ ജോലി സ്വയം ഉപേക്ഷിച്ച് പോരേണ്ടി വരികയാണ് ഉണ്ടായത് എന്നാണ് അറിയുന്നത്. അതിന്റെ പുറകിലും സ്വന്തം പിതാവിന്റെ നിലപാടുകൾ തന്നെയായിരുന്നു കാരണമെന്നാണ് മനസ്സിലാവുന്നത്. ആ പാലിയേറ്റീവ് കെയർ ഹോമിനെതിരെ പരിസ്ഥിതി മാലിന്യ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ആ നാട്ടുകാരിൽ ഒരാളായി മാറി നിൽക്കുന്നതിന് പകരം ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ നേതൃത്വ ഷൈനിയുടെ പിതാവ് എത്തുകയും ആ പാലിയേറ്റീവ് കെയർ സെന്ററിനെതിരെ പരാതിയുമായി ഷൈനിയുടെ പിതാവ് പോവുകയുമാണ് ഉണ്ടായത്. ഇപ്പൊ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ സ്വന്തം പിതാവ് തന്നെ കേസുകളുമായിട്ട് പോവുകയും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ അവിടെ മനസമാധാനത്തോടു കൂടിയും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ആത്മവിശ്വാസത്തോടെയും ജോലി ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാവാം ഷൈനി ജോലി സ്വയം ഉപേക്ഷിച്ച് പോരേണ്ടി വന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ പലരിൽ നിന്നുമായി പുറത്തു വരുന്നുണ്ട്.
അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. ഈ റെയിൽവേ ട്രാക്കിൽ കൊല്ലപ്പെട്ട സ്ത്രീയും കുട്ടികളും ഇന്ന വീട്ടിലുള്ളതാണ്, അത് ഷൈനിയും മക്കളുമാണ് എന്ന വാർത്ത സ്ഥിരീകരിച്ചതോടെ കോട്ടയത്തെ ഒരു പ്രമുഖ ദിനപത്രത്തിന്റെ വനിതാ ലേഖിക ഷൈനിയുടെ വീട്ടിലെത്തി. ആദ്യമായിട്ട് ആ വീട്ടിലെത്തുന്ന മാധ്യമ പ്രവർത്തകരും അതായിരുന്നു. അങ്ങനെ ആ സ്ത്രീ ഷൈനിയുടെ അച്ഛനും അമ്മയുമായി സംസാരിച്ചു. പക്ഷേ സ്വന്തം മകളും 2 പേരക്കുട്ടികളും ഇത്രയും ദാരുണമായി മരിച്ചിട്ടും അതിൻ്റെതായ ഒരു ഞെട്ടലോ വിഷമമോ ഈ അച്ഛനമ്മമാരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ വനിതാ ലേഖിക ഷൈനിയുടെ അമ്മയുമായി സംസാരിക്കുന്നതിനിടയിൽ ഷൈനിയുടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് ആ വീട്ടിൽ ഉണ്ടായിരുന്നു, അത് ഈ പിതാവ് നശിപ്പിച്ചതാണ് എന്നൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കണം. ഇതിനോടൊപ്പം തന്നെ ഷൈനിയുടെ ഈ വീടിന്റെ അയൽക്കാരുമായി വനിതാ ലേഖിക സംസാരിക്കുകയുണ്ടായി. അപ്പോ ഷൈനിയോടും കുട്ടികളോടും ഈ പിതാവ് നിരന്തരം കലഹിക്കാറുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. കുട്ടികളുടേതായ ഒരു സ്വാതന്ത്ര്യവും ആ വീട്ടിൽ ഇദ്ദേഹം അനുവദിച്ച് കൊടുക്കാറില്ലായിരുന്നുവെന്നും അതോടൊപ്പം തന്നെ ഷൈനി മരിക്കുന്ന തലേ ദിവസം അവിടെ പിതാവുമായി ഒരു വഴക്കുണ്ടാകുകയും ഷൈനിയും മക്കളെയും വീടിന് പുറത്തേക്കാക്കി വാതിലടക്കുകയും ചെയ്തിരുന്ന ഒരു അവസ്ഥയും ഉണ്ടായി എന്ന് പലരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും ആ വനിതാ ലേഖികയ്ക്ക് ഉണ്ടായ അനുഭവങ്ങളെ ശരിവെക്കും വിധമാണ് ഈ ഷൈനിയുടെ പിതാവിന്റെ ഒരു മാധ്യമവുമായി സംസാരിക്കുന്ന വീഡിയോകൾ നാം കണ്ടത്. അയാൾ വളരെ ചിരിച്ചുകൊണ്ട് ഒരു സ്വന്തം മകളും അതിലും ദുരന്തമായിട്ട് 2 കൊച്ചുമക്കളും നഷ്ടപ്പെട്ടിട്ട് 3 പേർ ആ കുടുംബത്തിൽ ദാരുണമായി മരണമടഞ്ഞിട്ടും അതിൻ്റെതായ ഒരു ദുഃഖമോ ഒന്നും ആ പിതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ കണ്ടിട്ട് നമുക്ക് ആർക്കും തോന്നിയില്ല. വളരെ ചിരിച്ചുകൊണ്ട് വളരെ സാധാരണ രീതിയിലാണ് അദ്ദേഹം അവരോട് ആദ്യഘട്ടത്തിൽ സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ വിവാഹമോതിരം ഉൾപ്പെടെയുള്ള എല്ലാ ആഭരണങ്ങളും ഊരിവെച്ച് അതിനുശേഷം 500 മീറ്റർ അകലെയുള്ള റെയിൽവേ ട്രാക്കിലേക്ക് ആത്മഹത്യയ്ക്ക് വേണ്ടി പോകുന്ന സ്ത്രീ ഒരിക്കലും സ്വന്തം മൊബൈൽ ഫോൺ കയ്യിലെടുക്കില്ല. അതിന്റെ ആവശ്യമില്ല. മകളുടെ ഫോണും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ സംഭവം നടന്നു കഴിഞ്ഞ ആദ്യം ഉള്ള അന്വേഷണത്തിൽ മകളുടെയും കൊച്ചുമകളുടെയും ഫോൺ കാണുന്നില്ല എന്നാണ് ഈ പിതാവ് പറഞ്ഞത് എന്നാണ് അറിയുന്നത്. പിന്നീട് വൈകുന്നേരമായപ്പോൾ അത് അനുജത്തിയുടെ ഭർത്താവിന്റെ കൈവശം ആ ഫോൺ ഉണ്ട് എന്ന് വീണ്ടും പറയുകയുണ്ടായി. അപ്പൊ ഇതിലൊക്കെ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഷൈനി വാട്സപ്പിൽ രാത്രി ഉണ്ടായിരുന്നു എന്ന് അവളുടെ നമ്പറുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള നോബി താനുമായി ഷൈനി രാത്രി ചാറ്റ് ചെയ്തിരുന്നു എന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥയാണെന്നും ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്നും ഒരുപക്ഷെ ഷൈനി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു അവസാന ശ്രമമെന്ന നിലയിലായിരിക്കാം രാത്രി നോബിയുമായി ഷൈനി ബന്ധപ്പെട്ടിട്ടുള്ളത്. തിരിച്ചു തന്നെ കൊണ്ടുപോകണമെന്നോ ഇനി ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് ഒരുപക്ഷെ നോബിയെ ധരിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഭർത്താവുമായി രമ്യതയിൽ പോകാനുള്ള അവസാന ശ്രമം കൂടെ പരാജയപ്പെട്ടപ്പോഴായിരിക്കാം ഷൈനി മക്കളോട് ഈ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിരിക്കുക. തങ്ങൾക്കിനി ഈ ഭൂമിയിൽ ആശ്രയിക്കാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല, എല്ലാവരും തങ്ങളെ പുറം തള്ളിയിരിക്കുന്നു എന്ന് ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഷൈനിയുടെ തീരുമാനത്തിനോടൊപ്പം ആ മക്കൾ നിന്നത് എന്ന് വേണം കരുതുക. ആ വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും തങ്ങളോടുള്ള നിലപാടും അതുപോലെ തന്നെ സ്വന്തം പിതാവ് തങ്ങളെ സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയതുമാവാം ആ ട്രെയിൻ ദൂരെ നിന്നും ഭീകരമായ ശബ്ദത്തോട് അടുത്തു വരുമ്പോഴും ഷൈനിയെ വിട്ടുമാറാതെ ഷൈനിക്കൊപ്പം ആ കെട്ടിപ്പിടിച്ച് 2 മാലാ കുഞ്ഞുങ്ങൾ നിന്നു. അങ്ങനെയാണെങ്കിൽ ഈ മരണത്തിന്റെ ഉത്തരവാദി
ഭർത്താവ് നോബി മാത്രമല്ല, ഷൈനിയുടെ പിതാവിനും അതിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഷൈനിയുടെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുകയും ഷൈനിയുടെ ഫോൺ പരിശോധനകൾക്ക് വിധേയമാക്കി വാട്സപ്പിൽ ഉണ്ടായിരുന്ന ചാറ്റുകൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്ത് പരിശോധിക്കുകയും വേണം. കാരണം ആ 3 ആത്മാക്കൾക്ക് നിത്യശാന്തിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടവരാരായാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം.